ഹോട്ടൽ ഭക്ഷണത്തിലെ ഭക്ഷ്യവിഷബാധയും മരണവും തുടർക്കഥയാകുന്നത് ആരുടെ വീഴ്ചയാണ്? ഭക്ഷ്യവിഷബാധ കാരണം ഉറ്റവരെ നഷ്ടമായവർ പറയട്ടെ. മുൻപൊരിക്കൽ ഭക്ഷ്യവിഷബാധ ജീവൻ കവർന്ന രാഹുൽ ഡി നായരുടെ അച്ഛൻ ദിവാകരൻ പെരിഞ്ഞനത്തെ ദുരന്ത വാർത്ത കേട്ട് മരവിച്ച് നിൽക്കുകയാണ്. ഒരു നടപടി എടുക്കുന്നില്ല. അത് സപ്പോർട്ടാണ്. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. പണം കൊടുക്കും എന്നാണ് സംഭവിക്കുന്നത്. നമ്മളാരുമല്ല അവിടെ. പെരിഞ്ഞനത്തെ ഭക്ഷ്യവിഷബാധ ഒഴിവാക്കുന്നതിൽ മാത്രമല്ല, ഉണ്ടായ ശേഷം നടപടികളിലേക്ക് കടക്കുന്നതിലും സർക്കാർ പരാജയമാണ്. കുഴിമന്തി കഴിച്ച് ഭക്ഷ്യവിഷബാധ ഉണ്ടായ പലരും ശനിയാഴ്ച രാത്രി മുതൽ ആശുപത്രിയിലെത്തിയതാണ്. എന്നിട്ടും കുഴിമന്തി വിറ്റ ഹോട്ടലിൽ അടിയന്തരമായ പരിശോധനയ്ക്കോ സാമ്പിൾ ശേഖരണത്തിനോ ആ രാത്രി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ആരും പോയില്ല. പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ പെരിഞ്ഞനത്തെ ഹോട്ടലിലെത്തിയത് ഞായറാഴ്ച രാവിലെയാണ്. അപ്പോഴേക്കും കുഴിമന്തിയെല്ലാം വിറ്റുതീർന്ന് കുഴി മാത്രമായി. ഭക്ഷ്യവിഷബാധ തെളിയിക്കാനുള്ള സാമ്പിളെല്ലാം കഴുകിക്കളഞ്ഞു. ഭക്ഷ്യസുരക്ഷയിലെ നിസ്സംഗത തുറന്നുകാട്ടാൻ ഇനി വേറെന്തു വേണം? ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ വിശദീകരണം എന്താണെന്നോ? കുഴിമന്തിയിൽ നിന്നാകില്ല, ഒപ്പം നൽകുന്ന മയോണൈസിൽ നിന്നാകാം ഭക്ഷ്യവിഷബാധയെന്ന്. അതായത് മയോണൈസ് സുരക്ഷിതമാക്കാനുള്ള മാനദണ്ഡവും പരിശോധനയുമെല്ലാം പരാജയപ്പെട്ടെന്നർത്ഥം. കൂണുപോലെ ഉയരുന്ന കുഴിമന്തിക്കടയിലെ മന്തിയുടെ സുരക്ഷ പരിശോധിക്കാൻ മാത്രമായി ഇതുവരെ സംസ്ഥാനത്ത് ഒരു പരിശോധനയും ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയിട്ടുമില്ല. ഭക്ഷ്യവിഷബാധയുണ്ടായ പെരിഞ്ഞനത്തെ ഹോട്ടലിൽ വൃത്തിയില്ലായ്മയുണ്ടെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. 6 മാസത്തിന് മുമ്പ് ഇതുപോലെ 1-2 പേർക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ പഞ്ചായത്തിൽ ഇടപെട്ടു, നല്ല പരിശോധന നടത്തിയിട്ട് അത് അടപ്പിച്ചു. ഇതിലെ വിരോധാഭാസം എന്താണെന്നോ? ഹോട്ടൽ ഭക്ഷണത്തിലെ ശുചിത്വം ഉറപ്പാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഹോട്ടൽ ഉടമകൾക്ക് ഒരു പരിശീലനം നൽകിയിരുന്നു. പെരിഞ്ഞനത്തെ കുഴിമന്തിക്കട ഉടമയും ഇത്തരത്തിൽ പരിശീലനം ലഭിച്ച ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററാണ്. ഈ പരിശീലനമൊക്കെ നല്ല തമാശ തന്നെ. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.